ബ്രിട്ടീഷുകാർ എന്താണോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയം മാറിയിട്ടുണ്ടാ, അത് ലോകത്ത് വന്ന മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന വിഷയം അറിയുന്നത്. പക്ഷെ ആ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അവർക്ക് 1000 പേര് പഠിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരാകാൻ പഠിപ്പിച്ചാൽ, അല്ല വിദ്യാഭ്യാസം തന്നു എന്നുള്ളതല്ല ഞാൻ വീണ്ടും പറയുന്നത്, പഠിപ്പിച്ചാൽ ആ പഠിപ്പിക്കുന്നവരകത്തു നിന്ന് അവർക്ക് 10-30 പേരെ വേണം, ബാക്കി 70 പേരെ അവർ കളയും. അതിന് പഠിച്ച ആളിന് വേണ്ടിയല്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. പരീക്ഷയ്ക്ക് തോക്കുന്നത് എങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് തോക്കുന്നത് എങ്ങനെ? ഇവരെല്ലാവരും പഠിച്ചവരല്ലേ. പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, കുറച്ച് ആളുകളെ അവർക്ക് ആവശ്യമുള്ളവർ ബാക്കിയുള്ളവരെ കളയാനാണ്. കുറച്ച് ജോലികളിലേക്ക് പരുവപ്പെടുത്താൻ അതാണ് ക്ലാസ്. ആ പരുവപ്പെടുത്തുന്ന സമയത്ത് അതിനകത്തും പോരാതെ വരുന്നത് അവസാനം അവര് ട്രെയിനിങ് കൊടുത്ത് പ്രൊബേഷൻ പീരീഡും കൊടുത്തിട്ടാണ് ജോലി. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണ്? അങ്ങനെ ക്ലാസ് റൂമിനകത്ത് പുറന്തള്ളി കളഞ്ഞ ആൾക്കാരാണ് ഈ കാണുന്ന കൃഷിക്കാരായിട്ടിരിക്കുന്നവരും ഈ കച്ചവടക്കാരായിട്ടിരിക്കുന്നവരും എല്ലാം. നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നാട്ടിനകത്ത് വരുമാനവും ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് ഈ തിരസ്കൃതരായ ആൾക്കാരാണ്. കാർഷിക കോളേജിൽ നിന്ന് പഠിച്ച ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഉദ്യോഗസ്ഥരാകത്തേ ഉള്ളൂ. കാരണം അതിന്റെ സിസ്റ്റം അതാണ്. ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള യാതൊന്നും പഠിപ്പിക്കാത്ത ക്ലാസ് റൂംസ് ആണ് ഈ നിൽക്കുന്നത്. പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കുന്ന എന്ന് പറഞ്ഞാൽ അറക്കാൻ കൊണ്ടുപോകുന്ന മോരികളെ തടി പിടിപ്പി ശരീരം നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന തീറ്റി പോലെയാണത്. ബ്രോയിലർ ചിക്കനെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ കുട്ടികൾ കേന്ദ്രമായി ഒരു കുട്ടിയിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവ് വികസിപ്പിക്കുന്ന വിദ്യാഭ്യാസം ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ക്ലാസ് റൂമിനകത്തു നിന്ന് നമ്മൾ എങ്ങനെ രാഷ്ട്രീയം പഠിക്കും?